അപ്പോൾ നമുക്ക് നേരെ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കയറാം. ശ്രദ്ധിച്ചിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണേ. ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ഒരു ഗിവൺ മെട്രിക്സ് ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യത്തെ ജോലി എന്താണ്? നമ്മുടെ സ്ഥിരം കലാപരിപാടികളൊക്കെ എല്ലായിടത്തും ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ചോദ്യങ്ങളിലും ഒരേ കലാപരിപാടികൾ തന്നെയാണ് നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം വരുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ ജോലി എന്താണ്? എ മൈനസ് ലാംഡ ഐ ഐഗൺ മെട്രിക്സ് നമ്മൾ എഴുതണം. അതെങ്ങനെയാണ് എഴുതുക? ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്താൽ മതി. 2 മൈനസ് ലാംഡ 2 1 1 3 മൈനസ് ലാംഡ 1 1 2 2 മൈനസ് ലാംഡ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്ത് കണ്ടുപിടിക്കണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എഴുതി വെക്കണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതൊക്കെ എഴുതണം, ഇത് എഴുതുന്നതിന് മാർഗമുള്ളതാണ്. നെക്സ്റ്റ് 3/3 കേസിൽ ഇതിന്റെ സോൾഡ് ഫോർമാറ്റ് എങ്ങനെയാണ് വരിക? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ 1 1 പ്ലസ് m2 2 പ്ലസ് m3 3 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം, കാരണം ഇതറിയാമെങ്കിലേ ബാക്കി പരിപാടികൾ നടക്കത്തുള്ളത്. നിങ്ങൾക്ക് 100% അറിയാം. നെക്സ്റ്റ് ട്രേസ് കണ്ടുപിടിക്കണം, ഈ 3 മൈനസിന്റെ സം കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന്റെ പരിപാടി നോക്കിയാലോ നമുക്ക്. ട്രേസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്. 2 പ്ലസ് 3 പ്ലസ് 2, ശരിയല്ലേ? 2 3 2 ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 3 2 5 2 7. ഓക്കെ, നെക്സ്റ്റ് m11 പ്ലസ് m22 പ്ലസ് m33 കണ്ടുപിടിക്കണം. ഇസ് ഈക്വൽ ടു m11 എന്ന് പറയുന്നത് എന്താണ്? 1/1 പൊസിഷനിലെ റോയും കോളം എലിമിനേറ്റ് ചെയ്ത് ബാക്കി വരുന്ന 4 പേരുടെ ഡിറ്റർമിനന്റ്. 1/1 പൊസിഷൻ 2 ആണ്. ആ റോയും കോളം കളഞ്ഞ് ബാക്കി വരുന്ന 4 പേരുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ 3 1 2 2 പ്ലസ് നെക്സ്റ്റ് 2/2 പൊസിഷൻ 3 ആണ്. ആ റോയും കോളം കളഞ്ഞ എഡ്ജിൽ നിൽക്കുന്ന 4 പേരുടെ ഡിറ്റർമിനന്റ് 2 1 1 2. ഓക്കെ, നെക്സ്റ്റ് 3/3 പൊസിഷൻ 2 ആണ്. ആ റോയും കോളവും കളഞ്ഞാൽ ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് 2 2 1 3. ഓക്കെ ആണല്ലോ. ഇത് ഇവാലുവേറ്റ് ചെയ്യുക. ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ എല്ലാവർക്കും അറിയാം. പ്രിൻസിപ്പൽ ഡയഗണൽ പ്രോഡക്റ്റ് മൈനസ് ഓഫ് ഡയഗണൽ പ്രോഡക്റ്റ്. 6 മൈനസ് 2 പ്ലസ് 4 മൈനസ് 1 പ്ലസ് 6 മൈനസ് 2 ഈക്വൽ ടു 4 3 4 4 4 8 3 11. 11 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇനി എന്ത് കണ്ടുപിടിക്കണം? ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യണം. ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കാം നമുക്ക്. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഉള്ള റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് 6 മൈനസ് 2 എന്ന് വരും. മൈനസ് 2 ഇൻറ്റു ഈ 2 ഉള്ള റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് 2 മൈനസ് 1 എന്ന് വരും. പ്ലസ് 1 ഇൻറ്റു 1 ഉള്ള റോയും കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് 2 മൈനസ് 3 എന്ന് വരും. ശരിയാണല്ലോ. 2 ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 2 മൈനസ് 3 എന്താണ്? മൈനസ് 1. 8 മൈനസ് 2 മൈനസ് 1 8 മൈനസ് 3 ഇസ് ഈക്വൽ ടു 5. ക്ലിയർ ആണല്ലോ. 5 ആണ് നമുക്ക് ഡിറ്റർമിനന്റ് വരിക. നെക്സ്റ്റ് ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ എന്താണ്? 7 ലാംഡ സ്ക്വയർ പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 11 ലാംഡ മൈനസ് ഡിറ്റർമിനന്റ് എന്താണ്? 5 ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണല്ലേ. അപ്പോൾ ഈ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. കോഎഫിഷ്യൻസ് ആയിട്ടുള്ള 1 -7 11 -5 കാൽക്കുലേറ്ററിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റൂട്ട്സ് ഇങ്ങനെ ആയിരിക്കും. ലാംഡ ഈക്വൽ ടു 5,1 എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈശ്വര 2 റൂട്ടേ ഉള്ളോ, തേർഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ, 3 റൂട്ട്സ് കാണിക്കണ്ടേ എന്ന് നിങ്ങൾക്ക് തോന്നൂല്ലേ? കാൽക്കുലേറ്ററിൽ പക്ഷേ 2 റൂട്ട്സേ കാണിക്കുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു റൂട്ട് റിപ്പീറ്റിംഗ് ആണ്. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്, സ്വാഭാവികമായിട്ടും നമുക്ക് 3 റൂട്ട്സ് ആണ് വരേണ്ടത്. കാൽക്കുലേറ്ററിൽ കോഎഫിഷ്യൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 റൂട്ട്സേ കാണിക്കുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു റൂട്ട് റിപ്പീറ്റിംഗ് ആയതുകൊണ്ടാണ്. തീർച്ചയായും രണ്ടാമത് വരുന്ന റൂട്ടായിരിക്കും റിപ്പീറ്റിംഗ് ആയിട്ടുള്ളത്. ചില കാൽക്കുലേറ്ററൊക്കെ പണി തന്ന ചരിത്രമുണ്ട്. അതായത് 99% രണ്ടാമത് വരുന്ന റൂട്ടായിരിക്കും റിപ്പീറ്റിംഗ്. അതായത് രണ്ടാമത് വരുന്ന റൂട്ട് 1 ആണ്. ആ 1 തന്നെ ആയിരിക്കും വീണ്ടും വരുന്ന റൂട്ട്. ഓക്കെ, അതായത് സെക്കൻഡ് റൂട്ടാണ് മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് വരിക.
ചില കാൽക്കുലേറ്ററൊക്കെ ചില വെറൈറ്റി കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ഉണ്ട് ഫോറിൻ മെയ്ഡൊക്കെ, അതൊക്കെ ചിലപ്പോൾ ആദ്യം 1 കാണിക്കും, അതിനുശേഷം 5 കാണിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും 5 ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരു പ്ലാൻ ബി വേണം. പ്ലാൻ ബി എന്താണ്? നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഐഗൺ വാല്യൂസ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് പഠിച്ചിട്ടുണ്ട് സം ഓഫ് ഐഗൺ വാല്യൂസ് ഈക്വൽ ടു സം ഓഫ് ദി പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ്. ഐഗൺ വാല്യൂസ് കൂട്ടുന്നതും പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് കൂട്ടുന്നതും സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്കിത് വെരിഫൈ നോക്കാം. 5 1 6 1 7 ആണ് അല്ലേ? ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 7 കിട്ടുന്നുണ്ട്. അത് തന്നെയാണോ പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുമ്പോൾ കിട്ടുന്നതെന്നൊന്ന് നോക്കുക. 3 2 5 2 7 കിട്ടുന്നുണ്ട്. സോ അപ്പോൾ അത് ശരിയാണെന്ന് കൺഫേംഡ് ആയി. അപ്പോൾ നമുക്ക് 1 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്നുള്ളത് കൺഫേംഡ് ആയി. അത് കൺഫേം ചെയ്യാനുള്ള വഴിയാണ് പറഞ്ഞത്. ഈ 3 നമ്പേഴ്സ് കൂട്ടുന്നതും ഈ 3 നമ്പേഴ്സ് കൂട്ടുന്നതും സെയിം ആണെങ്കിൽ 1 തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന റൂട്ട്. ഓക്കെ, ഇനി ചില കാൽക്കുലേറ്റർ ആദ്യം 1 കാണിച്ചു, പിന്നെ 5 കാണിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടാമത് കാണിക്കുന്ന റൂട്ടായിരിക്കും മേ ബി റിപ്പീറ്റിംഗ്. അങ്ങനെയാണെങ്കിൽ 5 ആണോ റിപ്പീറ്റിംഗ് എന്ന് നിങ്ങൾ അറിയാതെ എഴുതിയെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല ഏതാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന്, കാരണം കാൽക്കുലേറ്റർ ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സം എടുക്കുമ്പോഴത്തേക്കിന് എനിക്ക് എന്തായാലും ഈ ഐഗൺ വാല്യൂസിന്റെ സം എടുക്കുമ്പോൾ എനിക്ക് 7 വന്നേ മതിയാവൂ, ശരിയല്ലേ? അപ്പോൾ 3 2 5 2 7 7 ആണ് വരേണ്ടത്. പക്ഷേ ഇത് ആഡ് ചെയ്യുമ്പോൾ 5 5 10 1 11 ആയി പോകും. അപ്പോൾ എനിക്ക് മനസ്സിലാവും 5 അല്ല റിപ്പീറ്റ് ചെയ്യുന്ന ആള് 1 തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്ന ആളെന്ന് മനസ്സിലാവും. ഓക്കെ, കാരണം 5 1 1 നമുക്ക് സം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. സോ ആദ്യം കാണിക്കുന്ന റൂട്ട് 5ഉം രണ്ടാമത് കാണിക്കുന്ന 1ഉം ആയിരിക്കും. രണ്ടാമത് കാണിക്കുന്നത് തന്നെയായിരിക്കും നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ 5 1 1 ആണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള റൂട്ട്. പക്ഷെ ഒരു പ്ലാൻ ബി ആയിട്ട് നമ്മൾ ഒരു വെരിഫിക്കേഷൻ കയ്യിൽ വെച്ചോണം. അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കി ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ മാർഗ് അവിടെ നഷ്ടപ്പെട്ടു പോകും, നമുക്ക് നമ്മൾ എടുക്കുന്ന റൂട്ട് റിപ്പീറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ. കാരണം ഏതാണ് റിപ്പീറ്റഡ് റൂട്ട് എന്നുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരുത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന റൂട്ടിന്റെ ഐഗൺ വാല്യൂ രണ്ടാമത് കണ്ടുപിടിക്കാം. ഒറ്റയ്ക്ക് നിൽക്കുന്നവനുണ്ടല്ലോ, ഒറ്റയാനായിട്ടുള്ള 5ന്റെ ഐഗൺ വാല്യൂ ആദ്യമേ കണ്ടുപിടിച്ച് അവനെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ബാക്കി റിപ്പീറ്റഡ് റൂട്ടിന്റെ പരിപാടി നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുണ്ട്. അത് നമുക്ക് അതിന്റെ പരിപാടി നോക്കുമ്പോൾ നോക്കാം. സിംഗിൾ റൂട്ട് വന്നാൽ എങ്ങനെയാണ് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ അപ്പോൾ നമുക്ക് ആദ്യമേ ലാംഡ ഈക്വൽ ടു 5ന്റെ ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് നോക്കാം. സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി എന്താണ്? ലാംഡ ഈക്വൽ ടു 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിച്ച് നോക്കണം. സോ അപ്പം ആദ്യം എന്താണ് എഴുതേണ്ടത്? വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 5. ലാംഡയ്ക്ക് 5 കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റിൽ എഴുതി വെച്ച ഇക്വേഷൻ ആണ്. ലാംഡയ്ക്ക് 5 കൊടുത്തിട്ട് ഇൻറ്റു x1 x2 x3 ഈസ് ഈക്വൽ ടു എന്താണ്? 0 0 0. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? 2 - 5 2 1 1 3 - 5 1 1 2 2 - 5 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഓക്കെ, സോ മൈനസ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 2 - 5 എന്ന് പറയുമ്പോൾ -3 2 1 1 3 - 5 എന്ന് പറയുമ്പോൾ -2. ശരിയാണല്ലോ? 1 1 2 2 - 5 എന്ന് പറയുമ്പോൾ എന്താണ്? -3. ഓക്കെ, സോ ഇൻറ്റു എന്താണ്? x1 x2 x3 ഈക്വൽ ടു 0 0 0. നമുക്കറിയാം നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് എന്താണ്? ചൂസ് 2 ഡിഫറെൻറ്റ് റോസ് എന്നാണ് അല്ലേ പ്രൊസീജിയർ. ഇപ്പം നമ്മുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 റോസും ഡിഫറെൻ്റ് ആണ്. സെയിം ആയിട്ടുള്ള 2 റോ വരുന്നില്ല, ശരിയല്ലേ? സെയിം ആയിട്ടുള്ള 2 റോ വരുന്നില്ല. ഒരു റോ മറ്റൊരു റോയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടും വരുന്ന ഒരു കേസ് വരുന്നില്ല. അതായത് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെയിം ആക്കാൻ പറ്റുന്ന കേസും ഇല്ല. 3 റോസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ വരുന്ന കേസ് നമുക്കറിയാം, ചൂസ് എനി 2 റോസ് അല്ലേ? ഏതെങ്കിലും 2 റോസ് എടുത്ത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പം നമുക്ക് 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ചൂസ് ചെയ്യാം, ഫസ്റ്റ് റോയും തേർഡ് റോയും ചൂസ് ചെയ്യാം, സെക്കൻഡ് റോയും തേർഡ് റോയും ചൂസ് ചെയ്യാം. ഈ 3 റോ ഈ 3 രീതിയിൽ ചൂസ് ചെയ്യുന്നവർക്കും കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, സോ അപ്പം ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റോയും തേർഡും ചൂസ് ചെയ്യാം. കാരണം ഇവിടെ 3 എന്ന് പറയുന്നത് 2നേക്കാളൊക്കെ വലിയ നമ്പർ അല്ലേ? ഒരുപാട് വലുതല്ല, ജസ്റ്റ് വലിയ നമ്പർ അല്ലേ? അപ്പം ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടി എനിക്ക് തോന്നുന്നത് സെക്കൻഡും തേർഡും ചൂസ് ചെയ്യാനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത് ഫസ്റ്റും സെക്കൻഡും ആയിരിക്കാം, ചിലപ്പോൾ ഫസ്റ്റും തേർഡും ആയിരിക്കാം. യുവർ ചോയ്സ് ആണ്. സോ സെക്കൻഡും തേർഡും ചൂസ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ 1 × x1 x1 -2 × x2 -2 x2 1 × x3 1 x3 ഈക്വൽ ടു 0.
നെക്സ്റ്റ് 1 ഇൻറ്റു x1 1x1 പ്ലസ് 2 ഇൻറ്റു x2 2x2 മൈനസ് 3 ഇൻറ്റു x3 മൈനസ് 3x3 ഈക്വൽ ടു എന്താണ് 0. ഓക്കെ ആണല്ലോ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് എന്താണ് x1 ഡിവൈഡഡ് ബൈ x1 പൊത്തിപ്പിടിക്കുക, ബാക്കിയുള്ള എലമെന്റ്സ് -2 1 2 -3 -2 1 2 -3 ഈക്വൽ ടു x2 എഴുതുമ്പോൾ എന്ത് കൊടുക്കണമെന്നറിയാം, മൈനസ് കൊടുക്കണമെന്നറിയാം. ഇത് വിട്ടുപോരുത് കേട്ടോ. -x2 ഡിവൈഡഡ് ബൈ 1 1 1 -3 1 1 1 -3 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1 -2 1 2. ശരിയല്ലേ? 1 -2 1 2. ക്ലിയർ ആണല്ലോ. സോ ഇത് ചെയ്യുമ്പോൾ എന്താണ് വരിക, x1 ഡിവൈഡഡ് ബൈ -2 ഇൻറ്റു -3 എന്ന് പറയുന്നത് എന്താണ് 6 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ് 2 ഈക്വൽ ടു -x2 ബൈ 1 ഇൻറ്റു -3 എന്താണ് -3 മൈനസ് 1 ഇൻറ്റു 1 എന്താണ് 1 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 2 എന്താണ് 2 മൈനസ് 1 ഇൻറ്റു -2 എന്താണ് -2. സോ x1 ബൈ 4 ഈക്വൽ ടു -x2 ബൈ -4 ഈക്വൽ ടു x3 ബൈ ഈ രണ്ട് മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും 2 + 2 എന്താണ് 4. ഇവിടെ മൈനസ് കട്ട് ചെയ്യാം. സോ x1 ബൈ 4 ഈക്വൽ ടു x2 ബൈ 4 ഈക്വൽ ടു x3 ബൈ 4. ശരിയാണല്ലോ. x1 ബൈ 4 ഈക്വൽ ടു x2 ബൈ 4 ഈക്വൽ ടു x3 ബൈ 4. അപ്പോൾ നമ്മുടെ ഐഗൺ വെക്ടർ വരിക 4 4 4 ആണ്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഐഗൺ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനകത്ത് HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കണം. പക്ഷേ ഇവിടെ 4 ആണ് കോമൺ ഫാക്ടർ വരിക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതിനെ ത്രൂ ഔട്ട് ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത കേസുകളിലെല്ലാം തന്നെ HCF 1 ആയിരുന്നു. സോ അവിടെ നമുക്ക് പ്രശ്നം വന്നില്ല, അതായത് കോമൺ ഫാക്ടേഴ്സ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ശരിയല്ലേ? സോ ഇവിടെ 4 എന്ന് പറയുന്ന ഒരു കോമൺ ഫാക്ടർ വരുന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ത്രൂ ഔട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x1 ബൈ 1 ഈക്വൽ ടു x2 ബൈ 1 ഈക്വൽ ടു x3 ബൈ 1 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയതിന് ശേഷം വേണം നമ്മൾ ഫൈനലായിട്ടുള്ള ഉത്തരം എഴുതാൻ. ഓക്കെ, വേണമെങ്കിൽ 4 4 4 എന്ന് എഴുതിയിട്ട് ദാറ്റ് ഈസ് ഇക്വലൻ ടു 1 1 1 4 കൊണ്ട് കട്ട് ചെയ്ത് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ എഴുതുന്നതാണ് കുറച്ചും കൂടെ ഉത്തമം. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ദ ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 5. നമുക്ക് ഫൈനലായിട്ടുള്ള ഉത്തരം എന്താണ് വരിക, ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 5 അല്ലേ, കോമ x1 ഈക്വൽ ടു 1 1 1. സോ ദിസ് ഈസ് ദ ഐഗൺ വെക്ടർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. സോ അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു 5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ്, ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. പക്ഷെ 1 എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ റിപ്പീറ്റഡ് റൂട്ട്. 1 ആവർത്തിക്കപ്പെട്ട റൂട്ടാണ്. പക്ഷെ നമുക്ക് 3 ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടു നോക്കാം. സോ അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ്, ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. സോ ശ്രദ്ധിച്ചിരിക്കണം. വെൻ ലാംഡ ഈക്വൽ ടു 1 അല്ലേ, വെൻ ലാംഡ ഈക്വൽ ടു 1 എന്താണ് സംഭവിക്കാൻ നോക്കാം. a മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 is a homogeneous equation and the column matrix x is called eigenvector corresponding to that particular equation. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ a മൈനസ് ലാംഡ I ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0. സോ in this case lambda is 1. So you should have to put 1 instead of lambda. So അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. 2 മൈനസ് 1 2 1 1 3 മൈനസ് 1 1 1 2 2 മൈനസ് 1 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ് 0 0 0. ഓക്കെ, സോ മൈനസ് ചെയ്യുമ്പോൾ എന്താണ് വരിക, 2 മൈനസ് 1 എന്ന് പറയുന്ന 1 2 1 3 മൈനസ് 1 എന്ന് പറയുന്ന 2 1 1 2 2 മൈനസ് 1 എന്താണ് 1 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ് 0 0 0. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഓൾ റോസ് ആർ സെയിം. എല്ലാ റോസും എന്താണ് സെയിം ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഓൺലി 1 റോ. ഒറ്റ റോയെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ ഒരൊറ്റ റോ ചൂസ് ചെയ്താലും
നമുക്ക് ബാക്കിയുള്ള 2 ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഈ റോസ് ഡിഫറൻ്റ് ആയാൽ മാത്രമേ നമുക്ക് ഒരു ഐഗൺ വെക്ടറിൽ ഒതുങ്ങി പോത്തുള്ളൂ. റോസ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഐഗൺ വെക്ടേഴ്സ് മിനിമം കണ്ടുപിടിക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, സോ അപ്പോൾ നമുക്കിനി 2 എണ്ണമാണ് ആവശ്യമുള്ളത്. ശരിയല്ലേ? 2 ഐഗൺ വെക്ടേഴ്സ് കൂടിയാണ് നമുക്കിനി ആവശ്യമുള്ളത്. കാരണം 3/3 ആണ് ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഐഗൺ വെക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് കിട്ടണം. ഒരു രീതിയിൽ രക്ഷയില്ലെങ്കിലേ നമുക്ക് ഒരെണ്ണത്തിൽ നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം 3 റോസും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ ഇക്വേഷനെ അൾട്ടിമേറ്റ്ലി നമുക്ക് ഇവിടുന്ന് ഒറ്റ ഇക്വേഷനെ എഴുതാൻ സാധിക്കുള്ളൂ. ആ എഴുതാൻ പറ്റുന്ന ഒറ്റ ഇക്വേഷൻ എന്താണ്? 1x1 പ്ലസ് 2x2 പ്ലസ് 1x3 ഈക്വൽ ടു 0. സോ അതായത് 1 എന്നൊക്കെ പറയുമ്പോൾ 1x1 എന്ന് പറയുമ്പോൾ x1 പ്ലസ് 2x2 പ്ലസ് x3 ഈക്വൽ ടു 0. ഈ ഒരു ഒറ്റ ഇക്വേഷനെ നമുക്ക് ഇവിടുന്ന് എഴുതാൻ സാധിക്കുള്ളൂ. ഈ ഒരു ഒറ്റ ഇക്വേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് 2 ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ നിസ്സാരമാണ്. ഏതെങ്കിലും ഒരു വേരിയബിളിന് 0 കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊരു 2/2 കണ്ടീഷനിലേക്ക് മാറും. 2/2ന്റെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലേ? 2/2 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ആ കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ സാധിക്കും, ഈവൻ മറ്റേതിനേക്കാൾ എളുപ്പത്തിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നിങ്ങളെപ്പോഴും x3ക്ക് ആദ്യം 0 കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ചോയ്സ് ആണ്. എങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത് ആദ്യം x3ക്ക് കൊടുക്കാൻ ശ്രമിക്കുക, അതിനുശേഷം x2ന്. അപ്പോൾ നമുക്ക് 3 എണ്ണം കണ്ടുപിടിക്കേണ്ട കേസ് വരുന്നുണ്ടെങ്കിൽ അതിനുശേഷം x1ന്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നേരെ തിരിച്ചു വേണേലും കൊടുക്കാം കേട്ടോ. സോ അപ്പോൾ നമുക്ക് ആദ്യമേ x3 കൊടുത്ത് നോക്കാം. പുട്ട് x3 ഈക്വൽ ടു എന്താണ്? 0. x3ക്ക് 0 കൊടുത്താൽ എന്താണ് സംഭവിക്കുക? x1 പ്ലസ് 2x2 ഈക്വൽ ടു 0 എന്ന് വരും. കാരണം x3 0 ആയപ്പോൾ ഓൾറെഡി. സോ അവിടെ നിന്ന് എന്ത് കിട്ടും? x1 ഈക്വൽ ടു -2x2 എന്ന് കിട്ടും. ഇതിപ്പോൾ 2/2ന്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് വരുന്ന ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് സംഭവം. ഇനി എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. x1ന്റെ താഴെ x2ന്റെ കോയിഫിഷ്യന്റ് എടുക്കണം, x2ന്റെ താഴെ x1ന്റെ കോയിഫിഷ്യന്റ് എടുക്കണം. ശരിയല്ലേ? സോ അപ്പോൾ എന്താണ് വരിക? x1 ഡിവൈഡഡ് ബൈ -2 ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. ശരിയല്ലേ? x1 ബൈ -2 ഈക്വൽ ടു x2 ബൈ 1. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് എന്താണ് വരിക? ശ്രദ്ധിച്ചിരിക്കുക, ഐഗൺ വെക്ടർ. ഇപ്പൊ രണ്ടാമത്തെ ഐഗൺ വെക്ടർ ആണല്ലേ? രണ്ടാമത്തെ ഐഗൺ വെക്ടർ ആയതുകൊണ്ട് x2 ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാം. ശരിയല്ലേ? x2 ഈക്വൽ ടു x1 എന്ന് പറയുന്നത് എന്താണ്? x1ന്റെ താഴെ കിടക്കുന്ന ആള് -2, x2ന്റെ താഴെ കിടക്കുന്ന ആള് 1, x3 എന്ന് പറയുന്നത് എന്താണ്? 0. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു സെക്കൻഡ് ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 1. അപ്പോൾ ആദ്യത്തെ ഐഗൺ വെക്ടർ കിട്ടി. സോ അപ്പം നമുക്ക് 3/3 ആയതുകൊണ്ട് തന്നെ ലാംഡ ഈക്വൽ ടു 1 റിപ്പീറ്റഡ് റൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഐഗൺ വെക്ടറും കൂടെ നമുക്ക് ആവശ്യമാണ്. ശരിയല്ലേ? ഒരു ഐഗൺ വെക്ടറും കൂടെ നമുക്ക് ആവശ്യമാണ്. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോജിക്ക് കിട്ടിയില്ലേ? ആദ്യം ഞാൻ x3ക്ക് 0 എന്ന് കൊടുത്തു, അപ്പോൾ എനിക്കൊരു ഐഗൺ വെക്ടർ കിട്ടി. ഒരെണ്ണം കൂടെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? x2ന് 0 കൊടുത്താൽ മതി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മൊത്തം 3 എണ്ണമാണ് വേണ്ടത്. 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഓൾറെഡി കിട്ടി. ശരിയല്ലേ? സോ ഇനി 2 എണ്ണം കൂടെ വേണം. അതിൽ ഒരെണ്ണം ഞാൻ x3 0 കൊടുത്ത് കണ്ടുപിടിച്ചു, ഒരെണ്ണം ഞാൻ ഇനി എന്ത് ചെയ്യണം? x2 0 കൊടുത്ത് കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? സോ അടുത്ത എന്താണ്? പുട്ട് x2 ഈക്വൽ ടു 0. പുട്ട് x2 ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് വരിക? x1 പ്ലസ് x3 ഈക്വൽ ടു 0 എന്ന് വരും. ശരിയല്ലേ? x2 0 കൊടുത്താൽ x1 പ്ലസ് x3 ഈക്വൽ ടു 0 എന്ന് വരും. അവിടുന്ന് x1 ഈക്വൽ ടു -x3, x1 ബൈ x3യുടെ കോയിഫിഷ്യന്റ് -1 താഴെ എടുക്കാം, x3 ബൈ x1ന്റെ കോയിഫിഷ്യന്റ് 1 താഴെ എടുക്കാം. ഓക്കെ ആണല്ലോ? സോ ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ x3 ശ്രദ്ധിച്ചിരിക്കുക. ഐഗൺ വെക്ടർ x3 ഇസ് ഈക്വൽ ടു x1ന്റെ താഴെ വരുന്ന നമ്പർ ഏതാ നോക്കുക. x1ന്റെ താഴെ വരുന്നത് -1, x2ന്റെ താഴെ വരുന്നത് x2 0 ആണ്. ഓക്കെ, x2 0 ആണ്. x3ന്റെ താഴെ വരുന്നത് 1. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഐഗൺ വെക്ടേഴ്സ് കിട്ടി. സിമ്പിൾ അല്ലേ? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ സാധിക്കും. ദിസ് ഈസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ, പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സോ അടുത്ത ചെയ്യാൻ പോകുന്നതും ഇന്ന് ചെയ്യാൻ പോകുന്ന 3 ചോദ്യങ്ങളും യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യം കംപ്ലീറ്റ് ആയി. 3 ഐഗൺ വെക്ടേഴ്സ് കിട്ടണമായിരുന്നു, 3 എണ്ണം കിട്ടി. എനിക്കൊന്ന് മറ്റേതിനേക്കാൾ എഴുതുന്നത് കുറവാണിത്. ശരിയല്ലേ? ഇതാകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഐഗൺ വാല്യൂയിലേക്ക് കയറി പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതി പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. മെട്രിക്സ് വരച്ച് ബുദ്ധിമുട്ടുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഇത്? സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡോണ്ട് മിസ് ഇറ്റ്. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ചോദ്യം നോക്കാം. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സപ്ലിമെൻ്ററി എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കും. ഇതും റിപ്പീറ്റഡ് ആയിട്ട് റൂട്ട് വരുന്ന കേസിലുള്ള ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ.
സോ ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. സോ സ്ഥിരം കലാപരിപാടികളൊക്കെ നമുക്ക് തുടങ്ങാം. ആദ്യം എന്താണ് എ മൈനസ് ലാംഡ ഐ എന്ന് എഴുതി വയ്ക്കുക. ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ കുറച്ച് എഴുതിയാൽ മതി. 6 മൈനസ് ലാംഡ -6 5, 14 -13 മൈനസ് ലാംഡ 10, 7 -6 4 മൈനസ് ലാംഡ. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇതിൻ്റെ സോൾഡ് ഇക്വേഷൻ ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ 1 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിൻ്റെ ഈക്വൽ ടു എന്താണ്? 0. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ ഇനി ഇതെല്ലാം. ട്രേസ് ഓഫ് എ ഡയഗണൽ ആഡ് ചെയ്യുക. 6 പ്ലസ് -13 പ്ലസ് 4, 6 4 10 -13 -3 വരും ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത്. നെക്സ്റ്റ് m11 പ്ലസ് m22 പ്ലസ് m33 വേണം. ശ്രദ്ധിക്കുക, m11 പ്ലസ് m22 പ്ലസ് m33 ഈക്വൽ ടു m11 എന്ന് പറയുമ്പോൾ ഡിറ്റർമിൻറ്റ് -13 10 -6 4 പ്ലസ് m22 എന്ന് പറയുമ്പോൾ 6 5 7 4 പ്ലസ് m33 എന്ന് പറയുമ്പോൾ 6 -6 14 -13. ഓക്കെ ആണല്ലോ. സോ ഇത് ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. 3 4 12 2 ശിഷ്ടം 1 4 1 5 -52 -60 പ്ലസ് 6 4 24 7 5 35 പ്ലസ് -3 6 18 8 ശിഷ്ടം 1 6 1 7 മൈനസ് 6 4 24 4 ശിഷ്ടം 2 6 2 8. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു -52 പ്ലസ് 60 പ്ലസ് 24 മൈനസ് 35 മൈനസ് 78 പ്ലസ് 84 ഈക്വൽ ടു 60 24 84 84 168 മൈനസ് 52 മൈനസ് 35 മൈനസ് 78 165 ഈക്വൽ ടു 3. 168 165 പോയാൽ 3. ഓക്കെ, സോ m11 പ്ലസ് m22 പ്ലസ് m33 എന്താണ് ആൻസർ വരിക? 3 ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ഇനി എന്ത് വേണം? ഡിറ്റർമിൻറ്റ് എ വേണം. സോ ഡിറ്റർമിൻറ്റ് എ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു -13 ഇൻറ്റു 4 -13 ഇൻറ്റു 4 -6 ഇൻറ്റു 10 പ്ലസ് 6 ഇൻറ്റു റോയും കോളവും കളഞ്ഞിട്ട് 14 ഇൻറ്റു 4 -7 ഇൻറ്റു 10 പ്ലസ് 5 ഇൻറ്റു റോയും കോളവും കളഞ്ഞിട്ട് 14 ഇൻറ്റു -6 -7 ഇൻറ്റു -13. സോ ഡിറ്റർമിൻറ്റ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ -1 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, കുറച്ച് വലിയ നമ്പേഴ്സാണ്, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മൈൻഡ് കാൽക്കുലേഷൻ ചെയ്ത് തന്നെ വേണമെങ്കിൽ എത്താൻ പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളവരുടെ കയ്യിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്, കാൽക്കുലേറ്റർ. ഡിറ്റർമിൻറ്റ് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇത് ബുദ്ധിമുട്ടുള്ളവർ കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമിൻറ്റ് ഇവാലുവേഷൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്താണ് വരിക? ശ്രദ്ധിച്ചിരിക്കണേ. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? -3 ആണ്. ലാംഡ സ്ക്വയർ പ്ലസ് മൈനസിൻ്റെ സം എന്താണ്? 3 ആണ്. ലാംഡ മൈനസ് ഡിറ്റർമിൻറ്റ് എന്താണ്? -1 ആണല്ലോ. ഈ രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും, ഈ രണ്ട് മൈനസുകൾ ചേർന്ന് എന്താവും? പ്ലസ് ആവും, ഈക്വൽ ടു 0. ഇതെന്താണ് സംഗതി? ലാംഡ ക്യൂബ് പ്ലസ് 3 ലാംഡ സ്ക്വയർ പ്ലസ് 3 ലാംഡ പ്ലസ് 1 എന്ന് പറയുന്നത് ലാംഡ പ്ലസ് 1 ദി ഹോൾ ക്യൂബ് ആണ്. ലാംഡ പ്ലസ് 1 ദി ഹോൾ ക്യൂബ് ആണ്. എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3a ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും എക്സ്പാൻഷൻ. അല്ലെങ്കിൽ ഈ കോയിഫിഷ്യൻസ് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ ഒറ്റ റൂട്ടേ കാണിക്കുള്ളൂ, -1. അപ്പോൾ അത് റിപ്പീറ്റിംഗ് ആണെന്ന്, അത് തന്നെ ഇപ്പോൾ 2 റൂട്ട് വരുമ്പോഴാണ് ഏതാണ് റിപ്പീറ്റിംഗ് എന്നുള്ള കൺഫ്യൂഷൻ വരത്തുള്ളൂ. ഇത് നോ കൺഫ്യൂഷൻ, നമുക്ക് ഒറ്റ റൂട്ടേ ഉള്ളൂ, -1. സോ ലാംഡ ഈക്വൽ ടു -1 -1 -1 ഈസ് ദി റൂട്ട്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒറ്റ ഇതിന് ലാംഡ ഈക്വൽ ടു -1ന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ 3 ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നോക്കാം. സാധിക്കും, സെയിം റോ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ.
റോസ് ഡിഫറെൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരു ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാനേ സാധിക്കത്തുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. 3 എണ്ണമാണ് നമുക്ക് നോർമലി കണ്ടുപിടിക്കേണ്ടത്. എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞു 3 റോയും സെയിം ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് 3 എണ്ണം കണ്ടുപിടിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു റോ ഡിഫറെൻ്റ് ആയി കഴിഞ്ഞാൽ ഒറ്റ എണ്ണേ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഒരു അടുത്ത കേസാണ്, നമുക്ക് അടുത്ത പ്രോബ്ലത്തിൽ ആ കേസാണ് വരുന്നത്. അപ്പോൾ അതോടുകൂടി എല്ലാ കേസുകളും കംപ്ലീറ്റ് ആവും. സോ അപ്പോൾ നമുക്ക് നോക്കാം, ലാംഡ ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു -1 ഈക്വേഷനിൽ കൊടുത്താൽ എന്താണ് വരിക? 6 -1. ലാംഡയുടെ പ്ലേസിൽ -1 ആണ് കൊടുക്കേണ്ടത്. -6 5 14 -13 -1 10 7 -6 4 -1 ഇൻറ്റു എന്ത് വരും? x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ഓക്കെ ആണല്ലോ. ഈ രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും. 6 + 1 7 -6 5 14 -13 + 1 വരും. എന്താണ്? -12 ആണ് വരിക. സോ ദെൻ 10 നെക്സ്റ്റ് 7 -6 4 + 1 വരും അല്ലേ? 4 + 1 എന്താണ്? 5 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു എന്താണ്? 0 0 0. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ നോക്കുക, 3 റോസും സെയിം ആണോ നോക്കുക. ആദ്യത്തെ റോയും അവസാനത്തെ റോയും ഒറ്റ നോട്ടത്തിൽ സെയിം ആണ്. ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ ഈ നടുക്ക് കാണുന്ന റോയും സെയിം ആണ്. കാരണം ഈ റോയെ ഒരു 2 കൊണ്ട് ഗുണിക്കുന്നതല്ലേ ഈ റോ, ശരിയല്ലേ? രണ്ടും പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഈ തേർഡ് റോയെ ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് സെക്കൻഡ് റോ കിട്ടും, ശരിയല്ലേ? ശ്രദ്ധിക്കുക, 7ന്റെ ഇരട്ടിയാണ് 14, -6ന്റെ ഇരട്ടിയാണ് -12, 5ന്റെ ഇരട്ടിയാണ് 10. സോ 3 റോസും എന്താണ്? സെയിം ആണ്. 3 റോസും സെയിം ആണ്. അപ്പോൾ നമുക്ക് 3 സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത് റോസ് സെയിം എന്ന്. ഇത് സപ്പോസ് ഇത് സെയിം അല്ല എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു റോ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ഒരൊറ്റ ഐഗൺ വെക്ടറേ കിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത കേസാണ്. പെട്ടെന്നൊന്ന് ഓർത്തെടുത്താൻ ശ്രമിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ചെയ്ത കേസ്. 3 റോസ് ഡിഫറെൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഏതൊക്കെ 2 റോ ചൂസ് ചെയ്താലും ഫൈനലി കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. അതാണ് പറഞ്ഞത് ഒറ്റൊരെണ്ണേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഈ ഒരു കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഇക്വേഷൻസും സെയിം ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. പക്ഷേ ആ ഒറ്റ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് 3 ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഒറ്റ ഇക്വേഷൻ ഏതാണ് വരിക? 7x1 -6x2 + 5x3 ഈക്വൽ ടു 0. മുമ്പ് ചെയ്ത പോലെ ആദ്യം x3ക്ക് 0 കൊടുക്കുമ്പോൾ ഒരു ഐഗൺ വെക്ടർ കിട്ടും, x2ന് 0 കൊടുക്കുമ്പോൾ ഒരു ഐഗൺ വെക്ടർ കിട്ടും, x1ന് 0 കൊടുക്കുമ്പോൾ മറ്റൊരു ഐഗൺ വെക്ടർ കിട്ടും. സോ ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ആദ്യം എന്താണ്? പുട്ട് x3 ഈക്വൽ ടു 0. അപ്പോൾ എന്താണ് വരിക? 7x1 -6x2 ഈക്വൽ ടു 0, 7x1 ഈക്വൽ ടു 6x2, x1 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ 7. സംശയമൊന്നുമില്ലല്ലോ. x1/6 ഈക്വൽ ടു x2/7. ഐഗൺ വെക്ടർ എന്താണ് വരിക? x1 ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കണേ, ഐഗൺ വെക്ടർ x1 ഇസ് ഈക്വൽ ടു x1ന്റെ താഴെ 6, x2ന്റെ താഴെ 7, x3 എന്താണ്? 0. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് പുട്ട് x2 ഈക്വൽ ടു 0. x2ന് 0 കൊടുത്താൽ എന്താണ് വരിക? 7x1, ഇപ്പോൾ x2 0 ആയിപ്പോയി, പ്ലസ് 5x3 ഈക്വൽ ടു 0. അവിടുന്ന് 7x1 ഈക്വൽ ടു -5x3. x1/x3യുടെ കോയിഫിഷ്യൻറ്റ് -5 താഴെ എടുക്കണം, x3/x1ന്റെ കോയിഫിഷ്യൻറ്റ് 7 താഴെ എടുക്കണം. ഓക്കെ, സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ x2 എന്ന് പറയുന്നത് എന്താണ്? x2 ഈക്വൽ ടു, ശ്രദ്ധിക്കുക, x1 എന്ന് പറയുന്നത് താഴെ -5, x2 എന്ന് പറയുന്നത് 0, x3യുടെ താഴെ എന്താണ്? 7. സോ അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കിട്ടി. എന്ത് കിട്ടി? x2 കിട്ടി. ഇനിയിപ്പോൾ എന്ത് വേണം? ഒരു ഐഗൺ വെക്ടറൂടെ വേണം. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? x1 0 കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത എന്താണ്? പുട്ട് x1 ഈക്വൽ ടു 0. x1 0 കൊടുത്താൽ എന്താണ് സംഭവിക്കുക? -6x2 + 5x3 ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? -6x2 ഈക്വൽ ടു -5x3 എന്ന് കിട്ടും. പ്ലസ് 5x3 ഇപ്പുറത്ത് പോയാൽ -5x3, മൈനസ് കട്ടായാൽ 6x2 ഈക്വൽ ടു 5x3. അവിടുന്ന് x2/5 ഈക്വൽ ടു x3/6 എന്ന് കിട്ടും. ശരിയാണല്ലോ. സോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ x3 ഈക്വൽ ടു എന്താണ് വരിക? x3 ഈക്വൽ ടു
x1 നമ്മൾ എന്താണ് കൊടുത്തത് 0, x2 താഴെ 5, x3 താഴെ 6. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 3 ഐഗൺ വെക്ടേഴ്സും നമ്മൾ ഈസി ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ പ്രൊസീജിയർ. ഓക്കെ, സോ ആദ്യത്തെ ഐഗൺ വെക്ടർ 670, രണ്ടാമത്തെ ഐഗൺ വെക്ടർ -507, മൂന്നാമത്തെ ഐഗൺ വെക്ടർ എന്താണ് 056. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ കോളേജിൽ വേറൊരു മെത്തേഡ് ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. 3 ഇക്വേഷൻസ് ഫോം ചെയ്ത് വീണ്ടും എലമെന്ററി റോ ഓപ്പറേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്ന മെത്തേഡ്, റാങ്ക് കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് ട്രഡീഷണൽ മെത്തേഡ്. ഇപ്പോൾ അതിനേക്കാൾ വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന മെത്തേഡാണ് ഇത്. ഈ മെത്തേഡ് മതി. ചിലപ്പോൾ പുതിയ ടെക്സ്റ്റുകളിലൊക്കെ ഈ മെത്തേഡും പറയുന്നുള്ളത് കൊണ്ട് തന്നെ നോ പ്രോബ്ലം. നമുക്ക് ഈ മെത്തേഡ് ആയാലും ഫുൾ മാർക്ക് തരാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല, മക്കളെ സാധിക്കില്ല. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഫൈൻഡ് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് ഓഫ് എ ഗിവൺ മെട്രിക്സ്. സോ അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 7 മാർക്കിനാണ് കേട്ടോ ചോദിക്കുക. 7 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജോലി എന്താണ്? ഐഗൺ മെട്രിക്സ് A - λ I എഴുതി വെക്കണം. സോ ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് ലാംഡ കുറച്ച് എഴുതിയാൽ മതി. 2 - λ 1 0 0 1 - λ -1 0 2 4 - λ. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് A - λ I = എന്താണ്? 0. ഓക്കെ ആണല്ലോ. ദെൻ ഇതിന്റെ സോൾഡ് ഇക്വേഷൻ എന്താണ്? λ³ മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു λ² പ്ലസ് m11 പ്ലസ് m22 പ്ലസ് m33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിൻഡ് A = എന്താണ്? 0. ഓക്കെ, സോ അപ്പം നമ്മുടെ ജോലി എന്താണ്? ട്രേസ്, ഈ മൈനസ് ഡിറ്റർമിൻഡ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ് ട്രേസ് എന്ന് പറയുന്നത്. 2 + 1 + 4, 4 1 5 2 7. ഓക്കെ, നെക്സ്റ്റ് ഇനി m11 പ്ലസ് m22 പ്ലസ് m33 കണ്ടുപിടിക്കാം. ഈക്വൽ ടു m11 എന്ന് പറയുമ്പോൾ ഡിറ്റർമിൻഡ് 1 -1 2 4 വരും. m22 എന്ന് പറയുമ്പോൾ ഡിറ്റർമിൻഡ് 2 0 0 4 വരും. m33 എന്ന് പറയുമ്പോൾ ഡിറ്റർമിൻഡ് 2 1 0 1 വരും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 4 + 2 + 8 + 2 ഈക്വൽ ടു 8 2 10 6 16. ഓക്കെ, 16 ആണ് ആൻസർ വരിക. സോ നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഡിറ്റർമിൻഡ് A കണ്ടുപിടിക്കണം. ഡിറ്റർമിൻഡ് A എന്ന് പറയുന്നത് എന്താണ്? 2 × 4 + 2 - 1 × 0 + 0 × 0. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × 6 12 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ആവശ്യക്കാരെല്ലാം ആയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ബേസ് ആയിട്ടുള്ള ഇക്വേഷനിൽ കൊടുത്താൽ എന്താണ് വരിക? λ³ മൈനസ് ട്രേസോ എന്ന് പറയുന്നത് 7 λ² മൈനസിന്റെ സമ്മ് 16 λ മൈനസ് ഡിറ്റർമിൻഡ് എന്താണ്? 12 = 0. ഓക്കെ, ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് റൂട്ട്സ് എടുക്കാൻ സാധിക്കും. ശ്രദ്ധിക്കുക, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ റൂട്ട്സ് എടുത്ത് നോക്കുക. കിട്ടുന്ന റൂട്ട്സ് ഇങ്ങനെയാണ്. λ = 3 2 2. ഇങ്ങനെയാണ് റൂട്ട്സ് വരിക കേട്ടോ. ആദ്യം 3 കാണിക്കും, അതിനുശേഷം 2 എന്ന് പറയുന്ന റൂട്ട് കാണിക്കും. 2 എന്ന് പറയുന്ന റൂട്ട് റിപ്പീറ്റിംഗ് റൂട്ടാണ്, അത് റിപ്പീറ്റിംഗ് ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. 3 2 5 2 7 ആണ്. അതേപോലെ തന്നെ 4 1 5 2 7 ആണ്. അപ്പം 2 തന്നെയാണ് റിപ്പീറ്റിംഗ് റൂട്ട് എന്നുള്ളത് കൺഫേംഡ് ആയി. ഓക്കെ, നിങ്ങൾ അറിയാതെ 3 റിപ്പീറ്റിംഗ് റൂട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ 3 + 3 + 2 ഒരിക്കലും 7 വരില്ല. ശരിയല്ലേ? 8 ആണ് വരിക. സോ അത് 3 അല്ല റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ട്സ് എന്നുള്ളത് അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. സോ ആദ്യമേ λ = 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതിനുശേഷം λ = 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2ന് കറസ്പോണ്ടിങ് ആകുമ്പോൾ 3 റോസും സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് 2 ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, 3 റോസും സെയിം അല്ലാത്തൊരു കേസ് ആണെങ്കിൽ ഓൺലി 1 ഐഗൺ വെക്ടർ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ള ഒരു ചോദ്യമാണിത്. അപ്പോൾ എല്ലാ കേസുകളും എന്താവും? കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് λ = 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആദ്യമേ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? λ = 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അപ്പോൾ ആദ്യം എന്താണ്? വെൻ λ = 3. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക? ഇനിയിപ്പോൾ ഞാൻ മൈനസ് ചെയ്ത് ഉത്തരം അങ്ങ് എഴുതിക്കോട്ടെ. 2 ഇവിടെ λക്ക് 3 കൊടുക്കുമ്പോൾ 2 - 3 എന്താണ് വരിക? -1 1 0 0 1 - 3 എന്താണ് വരിക? -2 -1 0 2
4 മൈനസ് 3 എന്താണ് 1 ആണ് വരിക ഇൻറ്റു x1 x2 x3 ശരിയാണല്ലോ ഈക്വൽ ടു എന്താണ് 0 0 0 യെസ് സോ അപ്പോൾ നമ്മൾ ഇക്വേഷൻസ് എഴുതുമ്പോൾ എന്താണ് വരിക -1 ഇൻറ്റു x1 -1 x1 പ്ലസ് 1 x2 പ്ലസ് 0 x3 ഈക്വൽ ടു 0 രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള റോസ് ആണ് ചൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ സെക്കൻഡും തേർഡും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം സെയിം റോ ആയതുകൊണ്ട് തന്നെ 0 x1 -2 x2 -1 x3 ഈക്വൽ ടു എന്താണ് 0 സോ ഇനി ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അല്ലേ x1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു -1 -1 -2 ഇൻറ്റു 0 0 ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു -1 1 -0 ഇൻറ്റു 0 0 ഞാൻ ആ ഡിറ്റർമിൻ്റ് ഇടാതെ നേരിട്ട് അങ്ങ് ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ x3 ഡിവൈഡഡ് ബൈ -1 ഇൻറ്റു -2 2 -0 ഇൻറ്റു 1 എന്താണ് 0 സോ x1 ബൈ -1 ഈക്വൽ ടു -x2 ബൈ 1 ഈക്വൽ ടു x3 ബൈ എന്താണ് 2 ഈ മൈനസ് മുകളിൽ ഇടണ്ട താഴെ ഇടാം ഓക്കെ സോ അപ്പോൾ നമ്മുടെ ഐഗൺ വെക്ടർ എന്താണ് x1 ഈക്വൽ ടു -1 -1 2 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഇപ്പോൾ അടുത്ത എന്താണ് റിപ്പീറ്റഡ് റൂട്ട്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ നോക്കാം ലാംഡ ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നതാണ് റിപ്പീറ്റഡ് റൂട്ട് അവിടെ നമുക്ക് രണ്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുമോ അതോ ഒരു സൊല്യൂഷനെ കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്കിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം സോ നെക്സ്റ്റ് ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സോ അപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ് ലാംഡ ഈക്വൽ ടു 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോലി സോ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ് 2 ശ്രദ്ധിക്കുക ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് വരിക 2 - 2 0 ആയി പോവും 1 0 0 1 - 2 -1 -1 0 2 4 - 2 എന്ന് വരും എന്താണ് 2 ഇൻറ്റു x1 x2 x3 അല്ലേ ഈക്വൽ ടു എന്താണ് 0 0 0 യെസ് ശ്രദ്ധിച്ചിരിക്കുക ഇനി നിങ്ങൾ നോക്കുക ഇവിടെ 3 റോസും ഡിഫറൻ്റ് ആണ് അല്ലേ 3 റോസും ഡിഫറൻ്റ് ആണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരൊറ്റ ഐഗൺ വെക്ടർ മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ ശരിയല്ലേ 3 റോസും സെയിം ആണെങ്കിൽ മാത്രമേ റിപ്പീറ്റഡ് റൂട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 റൂട്ട്സ് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 റൂട്ട്സ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അത് കൃത്യമായി മനസ്സിലാക്കുക ഇവിടെ നമുക്ക് സെയിം ആയിട്ടുള്ള റോസ് അല്ല വരുന്നത് ഏതെങ്കിലും ഒരു റോ ഡിഫറൻ്റ് ആയാൽ തന്നെ നമുക്ക് ഒരൊറ്റ ഐഗൺ വെക്ടർ മാത്രമേ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ സോ ഹിയർ ഓൺലി 1 ഐഗൺ വെക്ടർ അപ്പോൾ നമുക്ക് 3 ഐഗൺ വാല്യൂസ് ഉണ്ടെങ്കിൽ പോലും ഒരെണ്ണം റിപ്പീറ്റഡ് ആകുമ്പോൾ നമുക്ക് 2 ഐഗൺ വെക്ടേഴ്സ് കിട്ടുന്ന കേസ് ഓൾറെഡി നമ്മൾ ചെയ്തു കിട്ടാത്ത കേസാണിത് കിട്ടുന്ന കേസ് എന്ന് പറയുന്ന ഒറ്റ കേസേ ഉള്ളൂ 3 റോയും സെയിം ആയിരിക്കണം ഇവിടെ റോസ് ഡിഫറൻ്റ് ആണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് റോസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ഐഗൺ വെക്ടർ മാത്രം കണ്ടുപിടിക്കാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് 2 ഐഗൺ വെക്ടേഴ്സ് ടോട്ടലി വരുന്നുള്ളൂ താനും ഓക്കെ ശ്രദ്ധിച്ചിരിക്കുക സോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും 2 ഇക്വേഷൻസ് ചൂസ് ചെയ്യാം ഏതെങ്കിലും 2 റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 റോ ചൂസ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും നേരത്തെ ചെയ്ത പോലെ തന്നെ 0x1 ശ്രദ്ധിക്കണേ 0x1 പ്ലസ് 1x2 പ്ലസ് 0x3 ഈക്വൽ ടു 0 ഞാൻ ഫസ്റ്റും സെക്കൻഡും തന്നെ ചൂസ് ചെയ്യാം 0x1 -1x2 -1x3 ഈക്വൽ ടു 0 ഓക്കെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ആണ് ചൂസ് ചെയ്തത് x1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിൻ്റെ ആൻസർ എഴുതിക്കോട്ടെ 1 ഇൻറ്റു -1 -1 -1 ഇൻറ്റു 0 0 ഈക്വൽ ടു മൈനസ് കൊടുക്കാൻ മറത്തരുത് x2 എഴുതുമ്പോൾ ഓക്കെ 0 ഇൻറ്റു -1 0 0 ഇൻറ്റു -1 ഈസ് 0 മൈനസ് 0 ഇൻറ്റു 0 0 x3 ഡിവൈഡഡ് ബൈ 0 ഇൻറ്റു -1 0 മൈനസ് 0 ഇൻറ്റു 1 0 ഓക്കെ നെക്സ്റ്റ് x1 ബൈ -1 ഈക്വൽ ടു -x2 ബൈ 0 എന്ന് പറയുന്നതും 0ക്ക് മൈനസും പ്ലസും ഇല്ലാത്തതുകൊണ്ട് തന്നെ 0 എന്ന് മാത്രം മതി x3 ഡിവൈഡഡ് ബൈ എന്താണ് 0 ഓക്കെ ആണല്ലോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ എന്താണ് x3 ഈക്വൽ ടു x2 എന്നല്ലേ വരുന്നുള്ളൂ രണ്ടാമത്തെ ഐഗൺ വെക്ടർ ആണ് അപ്പോൾ മൊത്തം 2 എണ്ണേ ഉള്ളൂ കേട്ടോ x1 x2 ഉള്ളൂ ഇനി മറ്റൊരു കേസ് നമുക്ക് ഇവിടെ വരുന്നില്ല വേറെ ഏതെങ്കിലും 2 റോ ചൂസ് ചെയ്താലും 100% നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ കിട്ടാൻ പോകുന്ന ഉത്തരം തന്നെയാണ് വീണ്ടും കിട്ടാൻ പോകുന്നത് ശരിയല്ലേ സോ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് നമുക്ക് ആൻസർ വരുന്നില്ല സോ -1 0 0 വേണമെങ്കിൽ ഇത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 0 0 എന്ന് വേണമെങ്കിൽ എഴുതാൻ കേട്ടോ 2 ഉത്തരങ്ങളും അക്സെപ്റ്റബിൾ ആണ് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് എഴുതാൻ പറ്റും യുവർ ചോയ്സ് ഓക്കെ സോ അപ്പോൾ നമുക്ക് ഇത്രയും സംഭവങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു 3 ഫൈനൽ ഉത്തരം വരെ എത്തിച്ചിട്ടുണ്ട്
3 ഡിഫറെൻറ്റ് കേസുകളാണ്. ഇത്രയും കേസസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒരു ഓവർവ്യൂ നമുക്ക് എടുത്തു നോക്കാം. 3 ഐഗൺ വാല്യൂസും ഡിഫറെൻ്റ് ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് നമുക്ക് കിട്ടും. ഐഗൺ വാല്യൂസ് ഡിഫറെൻ്റ് അല്ല, റിപ്പീറ്റഡ് ആണെങ്കിലും നമുക്ക് 3 എണ്ണം കിട്ടുന്ന കേസുകൾ വരുന്നുണ്ട്, കിട്ടാത്ത കേസുകളും വരുന്നുണ്ട്. കിട്ടാത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ റിപ്പീറ്റഡ് റൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എഴുതിയതിന് ശേഷം റോസ് നോക്കുമ്പോൾ 3 റോസും സെയിം ആണെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം 2 റൂട്ടാണ് ആവശ്യമെങ്കിൽ 2 എണ്ണം കണ്ടെത്താൻ സാധിക്കും. മൊത്തത്തിൽ 3 റൂട്ട് നമുക്ക് ആവശ്യമുണ്ട്, 3 റൂട്ട് റിപ്പീറ്റഡ്, ആ റൂട്ട് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന റൂട്ടാണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിംഗ്ലി 3 ഐഗൺ വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. എപ്പോൾ മാത്രം? 3 റോയും സെയിം ആണെങ്കിൽ. ഏതെങ്കിലും ഒരു റോ ഡിഫറെൻ്റ് ആണെങ്കിൽ ഒറ്റ ഐഗൺ വെക്ടർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ കേസാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കായിട്ടുള്ള ഡയഗണലൈസേഷനുമായിട്ട് കാണാം. ഡയഗണലൈസ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും എന്തെല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഡയഗണലൈസ് ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ കൂടെ എക്സ്ട്രാ വരുന്നു എന്ന് മാത്രം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.